നയത്തിൻ്റെ ഫലമായാണ് റബ്ബർ മേഖല തന്നെ പ്രതിസന്ധിയിലായത്. നമുക്കറിയാം, ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ അത് 2010 പ്രാബല്യത്തിൽ വന്നു. അതോടെ ഇറക്കുമതിക്ക് തടസ്സമൊന്നുമില്ലാതെ വാതിൽ തുറന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിൻ്റെ ആഘാതം നമ്മുടെ നാണ്യവിളകളെ ആകെ ബാധിച്ചു. ഏറ്റവും കടുത്ത ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് റബ്ബർ മേഖലക്കാണ്. ഇത് കോൺഗ്രസ് നയിച്ച കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണെങ്കിൽ കോൺഗ്രസിൻ്റെ നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവും BJPക്കില്ല. അതുകൊണ്ട് തന്നെ തുറന്നു വന്ന BJP സർക്കാരും അതേ ദിശയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. കേരളത്തിൽ LDF സർക്കാർ റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത്. റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 150 രൂപയായിരുന്നത് 200 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. രാജ്യത്ത് റബ്ബർ കർഷകർക്ക് താങ്ങുവില നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നത് നമ്മൾ ഓർക്കണം. ഇതുകൂടാതെ വെള്ളൂരിൽ 1050 കോടി രൂപ ചിലവിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.